അടൂരിൽ എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാകും? തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വികസന കാഴ്ചപ്പാടുകളിൽ 15 വർഷക്കാലമായി ഇവിടെ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. കുടിവെള്ളം പോലും എല്ലാ പഞ്ചായത്തിലും ലഭിക്കുന്നില്ല. ഒരിറ്റ് കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്ന ജനതയാണ് ഇവിടെ ഉള്ളത്. 15 വർഷമായിട്ട് എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം 6 മണി കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നില്ല. ജനങ്ങൾ എവിടെ കയറുന്നു? പന്തളത്തെ KSRTCയിലേക്ക് പന്തളത്ത് റോഡിലാണ്, മെയിൻ റോഡിലാണ്, MC റോഡിലാണ് നിർത്തുന്നത്. അതുപോലെ തന്നെ അവിടെയും അത് തന്നെയാണ്. ഇവിടെ അടൂരിലും രണ്ട് ബസ് സ്റ്റാൻഡിലും ആൾ കയറുന്നത്. ടെർമിനലില്ല. സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല. ഇരുട്ടാണ് നഗരം 6 മണി കഴിഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വോട്ടുകൾക്കാണ് UDF പരാജയപ്പെട്ടത്. ഇക്കുറി എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. മാറ്റം അടൂരിലുണ്ടാകും. തീർച്ചയായും സമഗ്രമായ പുരോഗതിയാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ്. പക്ഷം പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ് അടൂര് എന്നുള്ളതാണ്. UDF അതിനുള്ള മറുപടി എന്താ? കോട്ട കിളങ്ങുമില്ല. തിരുവഞ്ചൂർ എത്ര ടൈമിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടുത്തെ MLA ആയിരുന്നു? കോട്ടയല്ലല്ലോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മന്ത്രിയുമായ മണ്ഡലമല്ലേ ഇത്? കോട്ടയല്ലല്ലോ. തെന്നല ബാലകൃഷ്ണൻ ഇവിടുത്തെ MLA ആയിരുന്നല്ലോ. കോട്ടയല്ലല്ലോ. ആർക്കും എങ്ങും ഒരു കോട്ടയവും ഇല്ല. പൂർണ്ണ വിജയപ്രതീക്ഷ ജനം തീരുമാനിക്കും. ഏതായാലും UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ പറയുന്നത് വലിയ പ്രതീക്ഷ, അത് തന്നെയല്ല UDF ഉറപ്പായും അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കും എന്ന് തന്നെയാണ്. ഷാഫി പറമ്പിൽ എത്തിയിരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം ആണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.